ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ മധ്യത്തിലേക്ക് ഞാൻ നിങ്ങളൊക്കെ എത്തിയിരിക്കുകയാണ്. 2 ദിവസം കഴിയുമ്പോൾ പാതി നോമ്പിൻ്റെ ശുശ്രൂഷകളാകുന്നുവല്ലോ. പാതി നോമ്പിന് ശേഷമുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ കുരിശും കഷ്ടാനുഭവവും ത്യാഗത്തെക്കുറിച്ചും ഒക്കെ ആകുന്നു. എന്നാൽ അതിനു മുൻപുള്ള ദിവസങ്ങളിലെ നമ്മുടെ ധ്യാനം നോമ്പ് എപ്രകാരം നോക്കണം, നോമ്പിൽ നാം എങ്ങനെ വർത്തിക്കണം എന്നൊക്കെ ഉള്ളതാണ്. അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാകുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയ്ക്കായിട്ട് പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് തന്നിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മർക്കോസ് ഏവങ്കലിസ്തന്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 44 വരെയുള്ള വേദഭാഗമാണ്. ഈ വേദഭാഗത്തെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്നാമത്തെ ഭാഗം 35 മുതൽ അതിൻ്റെ 38 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവിനെ കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം 38 മുതൽ 40-ാമത്തെ ഭാഗം വരെ ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവസാനത്തെ 3-ാമത്തെ ഭാഗത്തിൽ ദാനധർമ്മങ്ങളെക്കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തിൽ ക്രിസ്തു ആരാണെന്നുള്ള തിരിച്ചറിവ് തൻ്റെ കൂടെയുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. സങ്കീർത്തനം 110-ന്റെ 1-ാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു തന്നെ അവിടെ അവരെ പഠിപ്പിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ നോമ്പിൽ ക്രിസ്തു ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. എന്നെ സംബന്ധിച്ച് ആരാണ് ക്രിസ്തു എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം. ഹൂ ഈസ് ക്രൈസ്റ്റ് ഫോർ മീ എന്നുള്ളത് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടുന്ന നിമിഷങ്ങളാണ്, വിചിന്തനം ചെയ്യേണ്ടുന്ന ദിവസങ്ങളാണ് ഈ പരിശുദ്ധമായ നോമ്പിന്റെ ദിവസങ്ങൾ. പരിശുദ്ധനായ തോമസ് ശ്ലീഹ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ മൈ ലോർഡ് ആൻഡ് മൈ ഗാഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് വിളിച്ച് അദ്ദേഹത്തിൻ്റെ ആ തിരിച്ചറിവിനെ മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വീണ്ടും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിലേക്കും ലേഖനത്തിലേക്കും ഒക്കെ കടന്നു വരുമ്പോൾ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഉദ്ധരിക്കുന്നുണ്ട്. വീണ്ടും അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു. ഇന്നത്തെ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ചു കേട്ടതും അതുപോലെ തന്നെ നമ്മൾ ധ്യാനചിന്തയിലേക്ക് ധ്യാനിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഉപയോഗിച്ചത് കനാന്യക്കാരി സ്ത്രീയുടെ തിരിച്ചറിവിനെ കുറിച്ചാണ്. അവൾ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ പിൻപറ്റുവാൻ തക്കവണ്ണം അവൾക്ക് സാധിക്കുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ നോമ്പിൽ ഒരു വിചിന്തനം നമുക്ക് നടത്താം. എനിക്ക് ആരാണ് ക്രിസ്തു? കൽവറിയുടെ ഉത്തങ്ക ശൃംഗത്തിൽ എനിക്ക് വേണ്ടി യാഗമർപ്പിച്ച ആ ക്രിസ്തു എനിക്ക് ഇന്ന് ആര് എന്ന് നമുക്ക് ചിന്തിക്കാം. രണ്ടാമത്തെ ഭാഗം 38 മുതൽ 40-ാമത്തെ വാക്യം വരെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ചിലതൊക്കെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. ഈ വാക്യങ്ങളിൽ ശാസ്ത്രിമാരെ സൂക്ഷിക്കണം എന്നുള്ള ആഹ്വാനമാണ് ക്രിസ്തു നൽകുന്നത്. ശാസ്ത്രിമാരുടെ ചില സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ക്രിസ്തു അവരെ സൂക്ഷിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ നോമ്പിൽ ചിലതൊക്കെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. നോമ്പ് നമ്മെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മ ശരീര മനസ്സുകളുടെ ശുദ്ധീകരണമാണ് ഈ നോമ്പിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. ആത്മാവിനെ നശിപ്പിക്കുന്ന എന്തും ത്യജിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സർവ്വലോകവും നേടിയാലും ഒരുവൻ ജീവനെ നശിപ്പിക്കുന്നുവെങ്കിൽ എന്ത് പ്രയോജനം എന്ന് ക്രിസ്തു തന്നെ ചോദിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിലേക്ക് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കടന്നു വരുമ്പോൾ അതിൻ്റെ 5-ന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം എന്തൊക്കെ ഉപേക്ഷിക്കണം എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് അടിവരയിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഈ വക ഒന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ്
പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതൊക്കെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. ഗലാത്യ ലേഖന എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പോലും പറയുവാൻ ഇടയാകരുത് എന്നുള്ളതാണ്. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ഒന്നും അരുത് എന്നുള്ളതാണ്. ഇതൊന്നും നമുക്ക് ചേർന്നതല്ല, നാം വിശുദ്ധ ഗണത്തിലേക്ക് പെടുന്നവരാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ നോമ്പിൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാനും നമ്മളിലുള്ള ഈ ദുസ്വഭാവങ്ങൾ ഉപേക്ഷിക്കുവാനും നമുക്ക് സാധ്യമാകണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 3-ാമത്തെ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 41 മുതൽ 44-ാമത്തെ വാക്യം വരെ ദാനധർമ്മത്തെക്കുറിച്ചാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇറ്റ് ഈസ് ബെനിഫാക്ഷൻ. Recognition leads to renunciation. Renunciation leads to benefaction എന്നാണ് പറയുന്നത്. നോമ്പിന്റെ പ്രാർത്ഥനയിൽ തന്നെ അനർഗളമായി ഒഴുകുന്ന ഒരു ചിന്തയാണ് ദാനധർമ്മത്തെക്കുറിച്ച്. നോമ്പ് ശരിയായി നോക്കുന്നവനൊക്കെയും ദാനധർമ്മം ചെയ്യണം എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ മത്സ്യമാംസമൊക്കെ വെടിഞ്ഞാൽ അത് നമുക്കൊരു അതിനൊക്കെ ചെലവാക്കുന്ന പണം അത് നമുക്കൊരു സേവിങ്സ് ആയിട്ട് നമ്മൾ കരുതുന്നവരാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് ഒരു ഉദാഹരണം യേശു ക്രിസ്തു കാണിച്ചുകൊണ്ട് ദരിദ്രയായ വിധവ 2 ചില്ലിക്കാശ് ഭണ്ഡാരത്തിൽ കൊണ്ടിടുന്ന ആ സംഭവമാണ് അവിടെ വിവരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു കാശ് ഒരു ദിവസത്തെ അധ്വാനമാണ്. അവൾ 2 ദിവസത്തെ കാശ്, ദരിദ്രയാണ്, അവളൊരു വിധവയാണ്. സമൂഹത്തിൽ അവളുടെ സ്ഥാനവും മാനവും എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു വിധവയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ട് പറയുകയാണ്, എല്ലാവരും അവരുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടിരിക്കുന്നു, എന്നാൽ ഇവളുടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇട്ടു എന്നുള്ളതാണ്. ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശ്രദ്ധ നമ്മളിൽ പതിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശ്രദ്ധ നമുക്ക് ആകർഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ആഴ്ച നാം വായിക്കുന്നത് കൂനിയായ സ്ത്രീയെ കുറിച്ചാണ്. കൂനിയായ സ്ത്രീ, അവൾക്ക് മുകളിലേക്ക് പോലും നോക്കുവാൻ സാധിക്കാതെ ഇരിക്കുന്ന ഒരു സ്ത്രീ, അവള് ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നു. അവളുടെ അവളുടെ വയ്യായ്മയിൽ അവള് ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് നമുക്കൊരു ചെറിയ പനി വരുമ്പോഴേ പള്ളിയിൽ എങ്ങനെ പോകണ്ട എന്ന് നോക്കി നിൽക്കുന്നവരാണ് ഞാനും നിങ്ങളും ഒക്കെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഇല്ലായ്മയിൽ നിന്നും, നമ്മുടെ വയ്യായ്മയിൽ നിന്നും, അല്ലെങ്കിൽ വല്ലായ്മയിൽ നിന്നും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോഴാണ് ദൈവം സന്തുഷ്ടനാകുന്നത്, ദൈവത്തിന്റെ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നത്. തിരിച്ചറിവ്, ഉപേക്ഷണത്തിന്റെ ജീവിതത്തിലൂടെ ദാനധർമ്മത്തിന്റെ മഹത്വത്തിലേക്ക് എത്തിച്ച വിശുദ്ധിയോടുകൂടി പെസഹായുടെ മേശയിലേക്കും ഉയർപ്പിന്റെ ആനന്ദത്തിലേക്കും ഈ നോമ്പെന്ന തീർത്ഥാടനം നമ്മെ കൊണ്ട് ചെന്നെത്തിക്കട്ടെ. ആയതിന് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.